ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ വന്നിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബിനീഷതേ ഇവിടെ ചെടികളൊക്കെ നനക്കണ പരിപാടി ആയിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മുടെ 2 വണ്ടിയുടെ പുറകെ കിടക്കണം. ആ 2 വണ്ടി ക്ലീൻ ചെയ്യണമെന്ന്. പിന്നെ അതേ നമ്മുടെ റോണോ, ഞാൻ കാണിച്ചിട്ട് റോൺ കയറി ഇങ്ങനെ അലമ്പാക്കണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ ഒരു ജ്യൂസൊക്കെ അടിച്ച് വെച്ച് ബിനീഷ ഭയങ്കര പണിയിലായിരുന്നു. എന്ത് ചൂട്! നിങ്ങൾ നോക്കി ക്ലൗഡി നോക്കി സൂര്യനൊക്കെ എവിടെയാ? സൂര്യൻ നല്ല അവിടെ ഇപ്പുണ്ട്. ഭയങ്കര വെയിലാ. ഇന്ന് മേരിയമ്മനെ കണ്ടില്ല. അതെ, മേരിയമ്മ മാങ്ങ എടുത്ത് വെച്ചേക്കണ്ട. അപ്പൊ നമുക്ക് ഈ കാര്യമുള്ളൂ. അപ്പൊ പറഞ്ഞ നമ്മുടെ ചെടികൾക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ചു. പിന്നെ ഇതിന് മേളൊക്കെ നനച്ചു കൊടുക്കട്ടെ. വിനിച്ചോട് ചോദിച്ചാൽ എന്താ പറയാ, അതെ, അല്ലെങ്കിൽ അവർക്ക് സങ്കടം വരുമെന്നൊക്കെ പറഞ്ഞതെല്ലാം നനച്ചു കൊടുക്കട്ടെ. അങ്ങനെ മലയാറ്റൂർ പോയി വന്ന കാരണം എനിക്ക് തൊണ്ടവേദനയും ഒക്കെ വന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഇത്രയും വർഷം മല കയറിയതിൽ ഞാൻ ഈ വർഷമാണ് നല്ല സിമ്പിളായിട്ട് കയറിയിട്ട്. കാര്യം ഞാൻ അറിഞ്ഞില്ല മല കയറിയത്. കാര്യം പെട്ടെന്ന് മല കയറി എനിക്കൊരു കിതപ്പോ അതിലൊക്കെ ശരീരം വേദന അങ്ങനത്തെ ഒരു സംഭവങ്ങളോ എനിക്ക് വന്നില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് കയറി. ബിനീഷൊക്കെ ആണെങ്കിൽ ഒരു 3 സ്ഥലത്ത് ബിനീഷ് ഒന്ന് ഇരുന്ന് ഹാർട്ട് ബീറ്റ് കൂടിയപ്പോഴത്തേക്ക് ഞാൻ തന്നെ പറഞ്ഞു അവിടെ ഇരുന്നു. ഒരുപാട് ഹാർട്ട് ബീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ മനുഷ്യൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഇപ്പം എല്ലാ സ്ഥലത്തും വെള്ളം ഉള്ളാറ് നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ധൈര്യമായിട്ട് പോട്ടെ. ഇന്നലെ അത് ഞങ്ങൾ പൊരിഞ്ഞടിയായിരുന്നു. കട്ടിൽ മാറ്റി ഇടണമെന്ന്. കട്ടിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇട്ട് കൊടുത്ത് ഇയാൾ പറഞ്ഞ കേട്ടിട്ട്, എന്നിട്ട് അടുത്ത സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കട്ടിൽ പിന്നെയും മാറ്റിയിടുന്നത്. എവിടെ അതിങ്ങനെ ഇടക്കിടക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കൂല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇന്നലെ പൊരിഞ്ഞ വഴക്കാറ്. ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ തലയൊക്കെ മാന്തി കൊടുത്ത് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞൊക്കെ കിടന്നു. അപ്പൊ കുറച്ചു നേരം എനിക്ക് സങ്കടം. ഞാൻ പിന്നെ തലേക്ക് പതി മാന്തിയൊക്കെ കൊടുത്തു. അതാണ് ഇന്നലെ പൊരിഞ്ഞടിയായിരുന്നു. അതെ, ഇപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ഈ കട്ടിൽ ഇവിടെ വേണ്ട, ഈ കട്ടിൽ ഇവിടെ ഇട്ടതിന് ഭയങ്കര സ്പേസ് വരും. എന്നിട്ട് അവിടെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കട്ടിലെടുത്ത് ഇപ്പുറത്തില്ല. അപ്പൊ ഇവിടെ ഭയങ്കര സ്പേസ് വരും. അപ്പൊ ഞാൻ പറയും നേരത്തെ അവിടെ ഇല്ല കിടന്ന അപ്പൊ ഈ സ്പേസ് ഉണ്ടായില്ലേ, അത് പറ്റില്ല, നമ്മ ഇടക്കിടക്ക് മാറ്റണം. ഇപ്പൊ കിടക്കണ കട്ടിലിന്റെ അടിയിലും ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ സൗകര്യം ഉണ്ട്. വാക്യൂം ക്ലീനറും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ മാർച്ച് 19 ഇന്നിപ്പോ പള്ളിയിൽ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിക്കണം. എന്നിട്ട് നേരെ ഞങ്ങൾ മാർച്ച് 19 പോകണം. അവിടെ ഇന്ന് സദ്യയൊക്കെ കഴിക്കണം. പള്ളിയിൽ കുർബാനയൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ചു. അപ്പൊ ഞാൻ ഇന്ന് അതിനു മുമ്പ് ഇവിടെ മൊത്തം ഹൈജീനിക് ആക്കണം. അങ്ങനത്തെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായി നമ്മ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ മുഖത്തോട്ട് നോക്കി സംസാരിക്കും. ഞാൻ ഇവിടെ കാണിച്ചു വീട്ടിൽ വന്ന് ഇതുണ്ടല്ലോ, ഇവിടെ കണ്ടില്ല, കംപ്ലീറ്റ് ഉണ്ടാ ജാമ്പൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര പൂവായിട്ട് കണ്ടില്ല, നിറയെ പൂവുണ്ട്, ജാമ്പൊക്കെയുണ്ട്. അപ്പൊ ഇത് തൂത്ത് വാരാൻ വേണ്ടി ഇച്ചിരി പണിപ്പെടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തണലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണത്. അപ്പൊ ഇപ്പൊ തണലായിട്ട് ഇനി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് വേണം ഇനി പള്ളിയിൽ പോകണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഹൈജീനിന് പറ്റിയൊരു ഐറ്റമാണ്. അപ്പം എന്തായാലും ലേഡീസിനും പറ്റിയ പുതിയൊരു ഐറ്റം കാണിച്ചു തരാം. ഇതാണ് സംഭവം, ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീം. ഇത് ലേഡീസിന് നമ്മൾ അണ്ടർ ആംസും പിന്നെ അതേപോലെ തന്നെ ബിക്കിനി ഏരിയയിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അണ്ടർ ആംസിൽ നമ്മൾ കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ഇടൂലേ, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് കൈ പോക്കുമ്പോഴേ നമുക്ക് ശരി ഡാർക്ക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്രീം യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക്നെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് എന്നുള്ളതൊക്കെ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്കിത് ഇതേപോലെ ഒരു സംഭവം വരുന്നുണ്ട്, ക്രീം. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വേറെ 2 ഐറ്റം ഉണ്ട്. ഇതൊരു ടിഷ്യൂ ആണ്. നമ്മൾ വെള്ളത്തിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് അപ്പോൾ തന്നെ വീർത്ത് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ചില ക്രീമുകൾക്ക് ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇരിക്കും. പക്ഷേ ഈ ക്രീമിന് അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റേസർ വെച്ചും പിന്നെ അതേപോലെ കത്രികയൊക്കെ വെച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി വെക്കും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മുറിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഈ ക്രീം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ചിലവർ നമ്മൾ ബോഡി വാക്സ് ചെയ്യണ
ക്രീം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് അവിടുത്തെ സ്കിന്നും നമ്മളുടെ സെൻസിറ്റിവിറ്റി ഏരിയയിലെ സ്കിന്നും എല്ലാം വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ അവിടെ വല്ല ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ഈ ക്രീമിലില്ല. നമ്മുടെ ബിക്കിനി ലൈൻ ഹെയർ റിമൂവർ ക്രീമിൽ വരുന്നില്ല. ചൊറിച്ചിലോ കാര്യങ്ങളോ തടിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എപ്പോഴും. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് നമ്മൾ വടിച്ച് കളയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇത് വളർന്നു വരും. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു വരിക കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ അതുപോലെ തന്നെ ഇനി ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് യൂസ് ചെയ്യണത്. ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് വെള്ളത്തിൽ പൊട്ടിച്ചിടാം. ഞാൻ ആ ഒരു നിങ്ങൾ കണ്ടായിരുന്നില്ലേ റൗണ്ടിൽ ഇരുന്ന് വെച്ചത്, അത് നല്ലപോലെ വെള്ളത്തിലിട്ടപ്പോൾ തന്നെ വലുതായി വന്നു. ഒരു കറക്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതാക്കാം. അതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലും കാലിലൊക്കെ നല്ല രോമമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ ഇത് തേച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ ഈ ബാക്ക് സൈഡിലാണ് ഞാൻ ഈ ക്രീം എടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യം കുറച്ച് ക്രീം നമ്മൾ എടുത്തു. എന്നിട്ട് ആ രോമമുള്ള സൈഡിൽ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ക്രീം തേച്ചത്. അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ സൈഡിലത്തെ ഭാഗം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വടിച്ചിങ്ങനെ കണ്ട. അപ്പോൾ പോരുന്നത് കണ്ട. ഇതേപോലെ ചെറുതായിട്ട് വടിച്ചിങ്ങനെ എടുക്കാം കണ്ട. രോമം ഇതിനകത്തും ഇങ്ങനെ വടിച്ചിങ്ങനെ എടുക്കാം. അതല്ലാതെ പിന്നെ നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ടിഷ്യൂ പേപ്പർ എടുക്കാം. അത് എടുത്തിട്ട് നമുക്ക് അതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. കണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്തോട്ടാൽ മതി കണ്ട. ഓക്കെ, ഒന്നും ചെയ്യണ്ട, പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യും. അതേപോലെ നമുക്ക് ഇച്ചിരി കളറും കൂടി വെക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഞാൻ നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗവും ഈ ഭാഗവും കൂടി ഒന്ന് നോക്കിയേ വേണ്ട. നേരത്തെ എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കണമായിരുന്നു. ഇതേപോലെ രോമങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ രോമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കണ്ട. ഇതേപോലെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മറ്റുള്ള ക്രീമുകളില്ലേ അതേപോലെ ഇത് ബോഡി ക്ലീൻ ചെയ്യാനുള്ള ക്രീമല്ല. ഇത് നമ്മുടെ ബിക്കിനി ഏരിയയിലും അണ്ടർ ആംസും ക്ലീൻ ചെയ്യാനുള്ള ക്രീമാണിത്. എവർടീനിൻ്റെ ബിക്കിനിയിലെ ഹെയർ റിമൂവർ ക്രീം. അപ്പോൾ ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ, അതായത് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നോക്കിയാൽ മതി. അങ്ങനെ എല്ലാവർക്കും വാങ്ങാം. അപ്പോൾ ഓക്കെ, ബൈ.